ഷാനവാസ് അനീഷിനോട് കാണിച്ചത് ശുദ്ധ തമ്മാടിത്തരമാണ്. കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ അനുമോൾ ഇന്നലെ അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ അനീഷ് അവിടെ പോകുന്നുണ്ട്. അപ്പൊ അനീഷ് അനുമോൾക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചു. അനുമോളുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടു. ഷാനവാസ് നീ കൂട്ടുകാരാണ് ശരി, ഇങ്ങനെയുള്ള ഇത് പിടിക്കരുത്, അവിടെ പാത്താണ് തെറ്റ്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഈ ആദില നൂറെ കാണിക്കുന്നത് ശരിയാണോ? ഒരാളെ PR എന്ന് പറയുന്നത് പലപ്പോഴുമായിട്ട് കുറ്റം പറയുന്നത് ഇതേ ഷാനവാസാണ്. ഷാനവാസിനെ തന്നെ കഴിഞ്ഞ അവിടെ തള്ളി പറഞ്ഞു, കഴിഞ്ഞ മുമ്പത്തെ തള്ളി. എന്നിട്ട് ഷാനവാസ് അയ്യോ പെങ്ങന്മാർ എന്നോട് മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞ് അവിടെ പോയി മൂലയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞത്. ഇതേ ഷാനവാസാണ് ഇന്നലെ അനീഷിനോട് പറഞ്ഞത് അനുമോളെ എല്ലാത്തിനും ഇത് ചെയ്യരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവിടെ ഇതൊക്കെ ഈ വഴക്കുണ്ടായി. ഈ വഴക്കിന് ശേഷം അനുമോള് എനിക്കിനി കുക്കിങ് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയപ്പോൾ വെസൽ ടീമിലേക്ക് ഇട്ടു. അതുവരെ കുക്ക് ചെയ്ത ആളോട് പിന്നെ പോയി പാത്രം കഴുകാൻ പറഞ്ഞ് അവർ സമ്മതിക്കും. അവർക്ക് രാത്രി അവർ ചെയ്തോളാം. അനുമോള് പറയുന്നുണ്ട് ഞാൻ രാത്രി ചെയ്തു. അവർക്കത് പറ്റത്തില്ല. അവർക്കത് അപ്പം തന്നെ ചെയ്യണം. വേറെ വെസൽസായിട്ട് വേറുള്ള ആൾക്കാരവിടെ ഉണ്ട്, അക്ബറൊക്കെ ഉണ്ട്. അവർ ചെയ്യുമല്ല വേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്. ഒട്ടനെ അത് അനുമോള് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുക. അതിൽ നൂറേം കാണിക്കുന്ന ഏതൊന്നും ഷാനവാസ് ചെയ്തില്ല. പിന്നെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്, വേറൊരു കാര്യം പറയുന്നുണ്ട്. അനുമോള് പറഞ്ഞു നീ ഫൈനലി വന്നതിന്റെ അഹങ്കാരമാണോ? അത് ഷാനവാസിന് കൊണ്ട് കാണിച്ചു. അപ്പം ഇതേ ഷാനവാസിന് വേണമെങ്കിൽ അതിലെ നൂറയോട് PR വർക്കിന്റെ ബലത്തിലാണെന്ന് ചോദിച്ചത് ഷാനവാസിന്റെ വായിലല്ല, ഉത്തരം മുട്ടിപ്പോയി. പിന്നെ അനീഷ് ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് അനീഷിന്റെ ഇഷ്ടമാണ്. അത് ഷാനവാസല്ല തീരുമാനിക്കേണ്ടത്. അത് അനീഷിന് അനുമോളുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നിയപ്പോൾ അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു. ഷാനവാസ് വന്നിട്ട് അനീഷിനോട് ദേഷ്യപ്പെടുക. അനീഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. പുള്ളി എന്തോ മിണ്ടാതെ അവിടെ നിന്ന് മിണ്ടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതേ ഷാനവാസിന് ഈ ആദിലെ നൂറേം തള്ളിപ്പറഞ്ഞ് എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലാലട്ടം വന്ന് ഷാനവാസിനെ ഇട്ട് പഞ്ഞിക്കിട്ടപ്പോൾ ആദില ഇവനാരാ, എൻ്റെ അച്ഛനാണോ, ഇവനാരാ ഷാനവാസ് എന്നും പറഞ്ഞ് ഷാനവാസുമായിട്ട് വഴക്കുണ്ടാക്കി. ഷാനവാസ് പോയി കരഞ്ഞ് മൂലെ പോയി ഇരിക്കുന്നുണ്ട്. ഇവർ മിണ്ടുന്നില്ല, ഇവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. ഇതിനു മുന്നേ നെവിൻ്റെ ഇത് വന്നപ്പോൾ ആദിലെ നൂറെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ. എല്ലാ കുറ്റങ്ങളും അനുമോളുടെ ഭാഗത്തേക്ക് വെക്കരുത്. അവരുടെ ഇപ്പൊ ആദിലെ നൂറ തന്നെ നല്ലവരാണോ? നൂറയുടെ കാര്യമോടെ നിൽക്കട്ടെ, ആദിലെ അത്ര നല്ലതാണോ? ആദിലെ അവിടെ ഒരുപാട് അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ഈ അനീഷ് എത്രയോ പ്രാവശ്യം ഇത് പാത്രം കഴുകു വന്ന് പറയുമ്പോൾ ഒക്കെ അനീഷിനെ ധിക്കരിച്ചു വിടുന്നതാണ്. അതൊന്നും ഷാനവാസ് ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. അനുമോള് ഇങ്ങനെയൊന്ന് പറഞ്ഞു പോയി, നീ ഇതിന്റെ ഫൈനലിൽ വരുന്നതിന്റെ അഹങ്കാരമാണോ? അതേ അനുമോളോട് ഫസ്റ്റ് ചോദിച്ചത് നൂറയാണ്, നീ PR വർക്കിന്റെ ബലത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത്, അതെന്തുകൊണ്ട് ഷാനവാസ് ചോദിച്ചില്ല? എന്നിട്ട് അനീഷ് സപ്പോർട്ട് ചെയ്തപ്പോൾ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടുകാരാണ് സാറേല്ല, ഞാനിത് പ്രതികരിക്കും. ഷാനവാസ് അവിടെ വലിയ ഷോ കളിച്ചതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഷാനവാസ് അല്ലേ കഴിഞ്ഞ മുന്നേ ഇവർ മിണ്ടുന്നില്ല, ഇവരുമായിട്ടുള്ള ഇനി ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവിടെ കടന്ന് ഒരാഴ്ച മൊത്തം കരഞ്ഞു നടന്നത്. എന്നിട്ട് നാളെ ഇല്ലാതെ ഇവർക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ആരുടെയും PR അല്ല, ഒന്നുമല്ല. പക്ഷെ അനീഷിനോട് ഇന്നലെ ഷാനവാസ് ചെയ്ത് വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.